ഞായറാഴ്ച വിശേഷങ്ങളാണേ. പള്ളിയിൽ കുഞ്ഞോളമ്മ അപ്പച്ചനും അപ്പനൊക്കെ ഉണ്ടായിരുന്നിട്ട് മമ്മിക്ക് കാലുവേനയായിട്ട് മമ്മി വന്നില്ല. സ്വന്തം കഞ്ഞി മുഴുവൻ കുടിച്ചില്ലെങ്കിൽ ആവശ്യമായിട്ട് മുഴുവൻ കുടിക്കണേന്ന് പറയാൻ വേണ്ടി പോയിട്ട് വരുന്ന വരവാട്ടോ അത്. ആകും ഇങ്ങനെ കഞ്ഞികൂടിയൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് സാധാരണ മുഴുവൻ കുടിക്കാറൊന്നുമില്ല, കൊണ്ടേ കളയാറാ പതിവ്. നീ തന്നെയാണ് മുഴുവൻ കുടിച്ചതെന്ന് വെച്ചപ്പോഴത്തേക്ക് അതേ മേമയെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാനുട്ടിയും കൂടി വഴക്കായിട്ട് ഞാനിട്ട് കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നേ. അങ്ങനെ കഞ്ഞികൂടിയൊക്കെ പകുതിയിൽ മതിയാക്കി ഞങ്ങൾ പോരാൻ തുടങ്ങിയപ്പോൾ ഞാനുട്ടിയും കുഞ്ഞോളമ്മയും കൂടി ഓടിക്കളി തുടങ്ങി. ഈ ഞാനുട്ടിനെ പിന്നിട്ട് കളിക്കാൻ പഠിപ്പിച്ചതേ കുഞ്ഞോളമ്മ കേട്ടോ. അതുകൊണ്ട് പപ്പയ്ക്ക് ഇപ്പോൾ സൂയില്ലേ നേരം പിന്നിട്ട് കളിക്കാമെന്നും പറഞ്ഞ് പ്രശ്നമാണ്. പിന്നെ നേരെ ബിസ്മിയിലേക്ക് വന്നിട്ട് പാടെ ഈ ഒരു ബോട്ടിലെടുത്ത് കയ്യിൽ പിടിച്ചേ. ഇത് ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് എനിക്കും കൂടി തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിരിക്കുന്നുണ്ട്. ഞങ്ങളവിടെ നിർത്തിയിട്ട് പപ്പ ചിക്കൻ മേടിക്കാൻ പോയായിരുന്നേ. പപ്പ വരാറായപ്പോഴത്തേക്ക് ഞാനൂട്ടി ഒരു ഐസ്ക്രീമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആൻറ്റിക്ക് ഭയങ്കര കൂടുതൽ ഇഷ്ടം, പക്ഷേ റെഗുലറായിട്ട് കിട്ടിയൂടെ, അതുകൊണ്ട് പോകുന്നത്. ഷോപ്പിൽ കാര്യം ഐസ്ക്രീം കടയിലും കൊടുക്കാറില്ല കേട്ടോ, നാനൂട്ടിക്ക് എപ്പോഴും അസുഖമൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് പാടാനായിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇരുന്നു. മമ്മി അവിടുന്ന് ചൂടുവെള്ളം കൊടുക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പാണ്. ഞാനൂട്ടി ഐസ്ക്രീം കഴിക്കണത് കണ്ടുകൊണ്ട് ഞാൻ ചിക്കൻ കഴുകാൻ വേണ്ടി പോകുന്നു കേട്ടോ. ചിക്കൻ കഴുകാൻ ഒരു ടാസ്ക് തന്നെയാണ്. കഴുകാൻ നിന്നവർ ഇന്ന സമയം അതിന് വേണ്ടി തന്നെ പോകും. പുത്തൂർശ്ശേരിയിൽ നിന്ന് പോകുന്നപ്പോഴേ ഒരു പണി പ്ലാൻ ചെയ്തിട്ടാട്ടോ ഞാൻ പോന്നേക്കണത്. ഇത് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അങ്ങനെ ചിക്കൻ കഴുകി ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഞാനോട്ട് പപ്പയ്ക്ക് നല്ലൊരു പണി കൊടുത്തേക്കുക. ഇന്നലെ മുതൽ ഇത് തന്നെയാട്ടോ പണി. സ്കൂളിൽ നിന്ന് ബുക്ക് മേടിച്ചപ്പോഴത്തേക്ക് വലിയ ബുക്കിൽ ഞാനോട്ടിയും ചെറിയ ബുക്കിൽ പപ്പേനെ കൊണ്ടും കളർ ചെയ്യിക്കലാണ്. പപ്പ നന്നായിട്ട് കളറൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു പച്ചമാങ്ങ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഞാനോട്ടി ഒന്ന് മത്സരം പോലെ ഇരുന്ന് കളറിങ് ആയിരുന്നു മമ്മി പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു തരാണ്, നല്ലതാണോ എന്ന് ചോദിക്കാം. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പപ്പയുടെ കൂടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാറൊക്കെ ഉണ്ട്. ഇന്നലെ കിടന്ന് ഉറങ്ങിയേ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു മമ്മി. പിന്നെ ഇത് 3 പേരും കൂടി ഇന്ന് കളറിങ് ആയി. പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത പണിയിൽ തന്നെ വണ്ടി കഴുകാനാട്ടോ. വണ്ടി കഴുകാറേ ഇല്ല, പപ്പയാണ് എനിക്ക് വല്ലപ്പോഴും കഴുകി തരാറ് ഇവിടെ വരുമ്പോൾ. അല്ലെങ്കിൽ സർവീസിനെ കൊടുക്കുമ്പോൾ ചേട്ടായി വാട്ടർ സർവീസ് കൂടി ചെയ്തു തരും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സർവീസിനെ ചേച്ചി പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പയുടെ വണ്ടി കൂടി എടുത്ത് വയ്ക്കും, ഞാൻ കഴുകാമെന്ന് പറഞ്ഞപ്പോൾ പപ്പ ഞാനും കൂടി കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി കഴുകൽ തുടങ്ങി. അപ്പോൾ അടുത്ത വീട്ടിൽ കുഞ്ഞാറ്റ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റയോട് സംസാരിച്ച് വണ്ടി കഴുകലൊക്കെ വേഗം കഴിഞ്ഞ് വണ്ടി കഴുകി കഴിഞ്ഞ് നേരെ വന്നിട്ട് ഞാനോട്ടേക്ക് ഫുഡ് കൊടുക്കാനുള്ള പ്ലാനിങ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് പള്ളിയിൽ നിന്ന് കഞ്ഞി കുടിച്ചുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഗോതമ്പ് ദോശയാണ് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഇതേ കിഡ്സ് ക്യാപിറ്റോളിലേക്ക് പോന്നു. മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് മമ്മി വന്നില്ല കേട്ടോ. ഞാനോട്ട് പപ്പേനെ വിളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത വീട്ടിൽ ദീപാവലിയുടെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയതും അത് കഴിയലും ഒരുമിച്ചായിരുന്നു കേട്ടോ. 1-2 പൊട്ടണ കണ്ടുള്ളൂ. പിന്നെ അതേ വീട്ടിലേക്ക് വന്ന് ആൻറ്റിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു കേട്ടോ. കിഡ്സ് ക്യാപിറ്റോളിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഞായറാഴ്ചത്തെ വിശേഷം